ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മദ്യപിച്ചു. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ലക്ഷ്മണ. ഹായ്. ഞാൻ സംസാരിക്കുകയല്ല, ഞാൻ ഈ പുസ്തകം വായിച്ച് എനിക്ക് അറിയാവുന്നതുപോലെ അതിൻ്റെ ഒരു അർത്ഥം വിശകലനം ചെയ്യുകയാണ്. ഏതായാലും നമ്മൾ വായിച്ച് നിർത്തി അവിടെ നിന്ന് തുടങ്ങാം. പാസ് ഇറ്റ് ഓൺ എന്നുള്ള പുസ്തകം തന്നെയാണ്. നമ്മൾ നിർത്തിയ സ്ഥലം 34-ാം പേജിലെ ബിൽസ് ഇയേഴ്സ് അറ്റ് ബർ ആൻഡ് ബർട്ടൺ were happy and successful. അതുവരെ വായിച്ചു, ആ പാരഗ്രാഫ് വരെ. പോപ്പുലർ with his schoolmates, he was elected president of the senior class. He was full back on football team and became the school's best punter and drop kicker. He was first violin in orchestra. His academic record was good, and he was proving that he could be number one in almost anything he set his mind to. ബില്ലിന്റെ പഠന കാലത്തുള്ള ഒരു അവസ്ഥയാണ്. അദ്ദേഹം എല്ലാത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. A few items from the Manchester Journal of that period. April 18th, 1912, Shakespeare in Manchester. Pleasing rendition of As You Like It by students of Burr and Burton. The audience surely showed their appreciation of the singing of William Wilson appearing in Jake's. ഒരു പ്രോഗ്രാം നടന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ 18-ാം തീയതി അവിടുത്തെ ഒരു ഓർക്കസ്ട്ര, ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ളൊരു പാട്ട് തന്നെയാണ് തോന്നുന്നു. അവിടുത്തെ സ്റ്റുഡൻസ് അത് റെൻഡർ ചെയ്ത് അല്ലെങ്കിൽ അത് പാടിയതിന്റെ ഓഡിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ഏപ്രിൽ 25-ാം തീയതി, April 25th, 1912, gymnasium exhibit at Burr and Burton Seminary. The fourth number was the high jumping by the boys. The top mark was set by William Wilson, followed by Derwin and Bennett. Wilson's mark was 4 feet and 6 inches. ഓരോ നേട്ടങ്ങളാണ്. ജിംനാഷ്യം എക്സിബിറ്റ്, 4 അടി ഉയരത്തിൽ ചാടി, ഹൈ ജമ്പ് ചാടി. ഇത് ഏപ്രിൽ 25, 1912. മെയ് 9, 1912, ബർ ആൻഡ് ബർട്ടൺ സെമിനറി. ബില്ലിന്റെ വിദ്യാഭ്യാസം നടന്നിരുന്ന സ്ഥലം, അവിടുത്തെ ഓരോ ദിവസത്തെ വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചു പോകുന്നത്. On Wednesday last, as announced, Burr and Burton played Proctor and was defeated 4-0. The game was a good one, being a pitcher's battle. Escaline having 15 strikeouts and Wilson 14. The pitcher whom the Burr and Burton boys faced was the hardest one they will meet this year. ഇതൊരു ഈ ബേസ്ബോളിന്റെ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിച്ചിങ് ഒക്കെ അതിലാണ് വരിക. അപ്പോ അതിന്റെ ഒരു കാര്യമാണ്. ബർ ആൻഡ് ബർട്ടൺ ടീം കളിച്ചതും അവർ തോറ്റു എന്നുള്ളതാണ്. 4-0. The game was a good one, being a pitcher's battle. Escaline having 15 strikeouts and Wilson 14. The pitcher whom the Burr and Burton boys faced was the hardest one they will meet this year. May 16th, 1912, Burr and Burton Seminary notes. On Saturday, the seminary team played Bennington High at that village and suffered defeat. Its worst one so far this season. അവരുടെ ഒരു തോൽവിയെ പറയുന്ന ഒരു ഘട്ടമാണത്. The score was 13-1 for the home team. Wilson pitched his worst game of the season and his support the poorest yet displayed by the team. വളരെ മോശമായിട്ടുള്ളൊരു കളിയായിരുന്നു. The poor pitching was due to a lame arm and was misfortune rather than a fault. കൈക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പൊ ഒരു ദുർഭാഗ്യവശാൽ എന്ന് പറയാം, അല്ലാതെ അതൊരു കുറ്റം പറയാൻ പറ്റിയ ഒരു സംഗതിയല്ല, ഒരു ഭാഗ്യമില്ലായ്മയായിരുന്നു. Bill's life now had everything except romance. At this juncture, despite
my homely face and awkward figure, one of the girls at seminary took an interest in me, he recalled. ബില്ലിന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ റൊമാൻസ് ഉണ്ടായിരുന്നില്ല. റൊമാൻസ് അല്ലാതെ മറ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫിഗറിനെ കുറിച്ച് കുറച്ച് മോശമായ രീതിയിലുള്ളത് പോലെ പറയണം. വൺ ഓഫ് ദ ഗേൾസ് അറ്റ് ദ സെമിനാറി ടുക്ക് ആൻ ഇൻട്രസ്റ്റ് ഇൻ മീ. ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തോട് താല്പര്യം തോന്നി. They had been very slow to do that when I first appeared, and I had a terrific inferiority respecting the Gauls. But now came the minister's daughter, and I suddenly found myself ecstatically in love. അങ്ങനെയുള്ള സമയത്താണ് വേറൊരു മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാതിരിമാരെയാണ് ഉദ്ദേശിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകള് ആ ഒരു പെൺകുട്ടി കടന്നു വന്നു. അപ്പോ പ്രേമം, വല്ലാത്തൊരു പ്രേമം തോന്നി എന്നാണ് പറയുന്നത്. വെൽ, യു സീ, at this period, now that I am in love, I am fully compensated on all these primary instinctual drives. I have all the prestige there is to have in school. I excel, indeed. I am number one where I choose to be. Consequently, I am emotionally secure. My grandfather is my protector and is generous with my spending money. And now I love and I am loved completely for the first time in my life. So, അദ്ദേഹത്തിന്റെ ഒരു പ്രേമത്തിലിറങ്ങിയ ഒരു ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം അനുരാഗത്തിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിന് പ്രൈമറി ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ്, അതായത് തോന്നുന്ന ഒരു ഇതായിരുന്നു, ഡ്രൈവ് ആയിരുന്നു. അത് നല്ലോണം കിട്ടിയിരുന്നു. പിന്നെ എല്ലാ ഗൗരവവും ഉണ്ടായിരുന്നു. എല്ലാത്തിലും അദ്ദേഹം ഉച്ചഘട്ടത്തിലായിരുന്നു. എല്ലാത്തിലും ഒന്നാമനായിരുന്നു. ഏത് വേണമെങ്കിലും അതിലൊക്കെ ഒന്നാമനായിരുന്നു. കൂടാതെ എന്താ പറയുക, ഇമോഷണലി വളരെ സെക്യൂർ ആയിരുന്നു. അതായത് വളരെ നല്ല ഒരു എന്താ പറയാ, ഇമോഷണൽ ആയിട്ട് ആൾക്ക് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ടറാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആൻഡ് ഈസ് ജനറസ് വിത്ത് മൈ സ്പെൻഡിങ്. എത്ര വേണമെങ്കിലും പൈസ ചെലവഴിക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലാണ് ഐ ലവ് ആൻഡ് ഐ ആം ലവ്ഡ് കംപ്ലീറ്റ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം. പ്രേമം ഇങ്ങോട്ടും അങ്ങോട്ടും ഉള്ള കാര്യം പറയാണ്. Therefore, I am deliriously happy and I am a success according to my own specifications. അദ്ദേഹം വളരെ ഒരു വിജയാഘാതം ആയിരുന്നു, വിജയിച്ച ഒരു അവസ്ഥയിലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. The girl was Bertha Bamford, daughter of Manchester's Episcopal minister. പെൺകുട്ടിയുടെ പേര് പറയാണ് ബെർത്ത ബാംഫോർഡ്. ഒരു മാഞ്ചസ്റ്റർ എപ്പിസ്കോപ്പൽ മിനിസ്റ്റർ, എ ബ്യൂട്ടിഫുൾ പോപ്പുലർ ഗേൾ. ബെർത്ത വാസ് സീനിയർ ക്ലാസ് ട്രഷറർ അറ്റ് ബേറൻ ബർട്ടൺ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ദി YMCA. ബേറൻ ബർട്ടൺ പഠിക്കുന്ന സ്ഥാപനം, അതിലെ ട്രഷറർ ആയിരുന്നു. YWCA. എനിക്ക് തോന്നുന്നത് ഒരു YWCA എന്ന് പറയുന്നത് ഒരു ഞാൻ തെറ്റി വായിച്ച YMCA പോലെ തന്നെ വേറൊരു ഇതായിരിക്കണം എന്നാണ് തോന്നുന്നു. യങ് മെൻ അങ്ങനെയുള്ളൊരു എന്തോ ഒരു അസോസിയേഷൻ ആണത്. ആസ് ബിൽ റിമെമ്പേർഡ്, ബെർത്ത മെയ്ഡ് എ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ എവറി വൺ. ഈ പെൺകുട്ടി എല്ലാവരിലും ആകർഷണീയമായിരുന്നു. ഇറ്റ് വാസ് മ്യൂച്വൽ ലവ് ആൻഡ് Bertha's parents also liked Bill and welcomed him in their home. ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്കും ബില്ലിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. Bertha made the summer and early fall of
made the summer and early fall of 1912 one of the happiest, most ecstatic period in Bill's life. വളരെ സന്തോഷപൂർവമായ ഒരു സമയമായിരുന്നു അത്. 1912 വേനൽ വളരെ സന്തോഷമായുള്ള ബില്ലിന്റെ വളരെ സന്തോഷമായിരുന്ന ഒരു സമയമാണ്. Then came a blow as cruel and unexpected as the separation of his parents. ബില്ലിന്റെ മാതാപിതാക്കള് വേർപാട് അപ്പോഴാണ് സംഭവിച്ചത്. On the morning of November 19, a Tuesday, Bill hurried into chapel and took his place with other students. Bertha was away in New York City with her family. There was nothing to prepare him for what was to come. നവംബർ 19 ചൊവ്വാഴ്ച ബില്ല് പള്ളിയിലേക്ക് മറ്റുള്ള ചേപ്പലിലേക്ക് മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് പോയിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി ബർത്ത ന്യൂയോർക്കിലായിരുന്നു. ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യാനൊന്നും, അതായത് വരാൻ പോകുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് ഒന്നും തന്നെ മുൻകരുതൽ എടുക്കാൻ സാധിച്ചില്ല. The principal of the school came in and announced with a very grave face that Bertha, the minister's daughter, and my beloved had died suddenly. That Bertha, the minister's daughter, and my beloved had died suddenly and unexpectedly the night before. ഈ പെൺകുട്ടി മരണപ്പെട്ട കാര്യമാണ് ആ പ്രിൻസിപ്പൽ വന്ന് അനൗൺസ് ചെയ്ത് ഈ ചേപ്പലിൽ. It was simply a catalysm of such anguish. Cataclysm of such anguish as I have since had but 2 or 3 times. It eventuated in what was called an old-fashioned nervous breakdown, which meant I now realize a tremendous depression. മരണപ്പെട്ടതിന്റെ ആ ഒരു മാനസികാവസ്ഥയെ, ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു വളരെ അഗാധമായ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മനോവേദന, അദ്ദേഹം അങ്ങനെ 1-2 പ്രാവശ്യം I have since had but 2 or 3 times, 1-2 പ്രാവശ്യം സംഭവിച്ചത് പോലുള്ള ഒരു മനോവേദന. It eventuated in what was called an old-fashioned nervous breakdown. ഒരു നെർവസ് ബ്രേക്ക്ഡൗൺ, അതായത് പരിപൂർണ നെർവസ് തകർച്ച. അതെന്താണെന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ അതൊരു ഡിപ്രഷൻ ആയിരുന്നു. Bertha's death was reported in Manchester Journal on Thursday, November 21. The many friends of the Rev and Mrs. W.H. Bamford of this village learned with great sorrow on Tuesday morning of the death of their daughter. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഈ മരണവാർത്ത അറിയുന്ന കാര്യമാണ് പറയുന്നത്. Miss Bertha D. Bamford, following an operation at the Flowers Hospital in New York City, the removal of a tumor was successful. But the young lady died during the night from the internal hemorrhage. Her untimely death at the early age of 18 had thrown the school into mourning. ആ പെൺകുട്ടിയുടെ മരണം ആ സ്കൂളിൽ വല്ലാത്തൊരു വിഷാദം, വല്ലാത്തൊരു സങ്കടം ആഴ്ത്തിയിരുന്നു. The funeral will be held at Zion Church on Friday afternoon at 2:30. And the remains will be placed in the receiving vault to be taken into Jeffersonville in Miss Bamford's home for interment. അതിന്റെ ഫ്യൂണറലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ പെൺകുട്ടി മരിച്ചതിന്റെ മരണാനന്തരമായിട്ട് നടക്കുന്ന ചടങ്ങുകളൊക്കെയാണ് ബാക്കി പിന്നീട് പറയുന്നത്. The details of the funeral were reported in the journal a week later. The funeral of Miss Bertha Bamford was held from Zion Episcopal Church Friday afternoon. The remains were placed in the vault at Center Cemetery.
എന്താ പറയാ ആ പെൺകുട്ടിയുടെ ദേഹം വെച്ചിരുന്ന സ്ഥലം, അതാണ് എപ്പിസ്കോപ്പൽ ചർച്ച് ഫ്രൈഡേ ബോഡി വെച്ചിരുന്ന സ്ഥലം. ദ റിമെയിൻസ് വർ പ്ലേസ്ഡ് ഇൻ വാൾട്ട് അറ്റ് സെന്റർ സെമിറ്ററി, അവിടുത്തെ ഒരു സെമിറ്ററിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദ സെറമണി വാസ് പർട്ടിക്കുലർലി ഇംപ്രസീവ് ബിക്കോസ് ദ അറ്റൻഡൻസ് ഇൻ എ ബോഡി and the marching to the cemetery of more than 70 students of Burren Burton Seminary. 70 സ്റ്റുഡൻസ്, ആ സ്ഥാപനത്തിലെ 70 സ്റ്റുഡൻസ് മാർച്ച് ചെയ്ത് ആ സെമിത്തേരിക്ക് പോയത് ഒരു ഇംപ്രസീവ് ആയിരുന്നു. അതായത് ഒരു പറയത്തക്ക വിധത്തിലുള്ള ഒരു സംഭവമായിരുന്നു. ദി ബെയറേഴ്സ് വർ പ്രിൻസിപ്പൽ ജെയിംസ് ബ്രൂക്സ് ആൻഡ് W.H. ഷാ ഓഫ് ദി സെമിനറി ഫാക്കൽറ്റി. വില്യം വിൽസൺ, അവിടുത്തെ ആൾക്കാരാണ് ദ ബെയറേഴ്സ്. പ്രിൻസിപ്പൽ ജെയിംസ് ബ്രൂക്സ് ആൻഡ് W.H. ഷാ ഓഫ് ദി സെമിനറി ഫാക്കൽറ്റി, ആ സ്ഥാപനത്തിലെ ആൾക്കാരായിരുന്നു. വില്യം വിൽസൺ ആൻഡ് റോജർ പെർക്കിൻസ് ഓഫ് ദി സീനിയർ ക്ലാസ്, ഓഫ് വിച്ച് മിസ് ബാംഫോർഡ് വാസ് എ മെമ്പർ, ആൻഡ് ക്ലിഫോർഡ് വിൽസൺ ആൻഡ് ജോൺ ജാക്സൺ. ആ പെൺകുട്ടി പഠിച്ചിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അതിലത്തെ ആളുകളായിരുന്നു. The loss of Bertha marked the beginning of what Bill remembered as a 3-year depression. 3 കൊല്ലത്തേക്ക് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തളർച്ച ബില്ലിന് ആയിരുന്നു എന്നാണ് അദ്ദേഹം ഓർക്കുന്നത് ഈ പെൺകുട്ടി മരിച്ചതോടെ. The second such period in his life, രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ്. Interest in everything except the fiddle collapsed. അപ്പൊ മറ്റു കാര്യങ്ങൾ, പല കാര്യങ്ങളിലും ബില്ല് വളരെ നല്ല പ്രകാശിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതെല്ലാം തളർന്നുപോയി, അതൊന്നും ഇല്ലാതായി. പക്ഷെ ഫിഡിലിൽ മാത്രം, ഫിഡിൽ പറയുന്ന വയലിൻ, അത് മാത്രം അതിലുള്ള താല്പര്യം മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നോ അത്ലറ്റിക്സ്, നോ സ്കൂൾ വർക്ക് ഡൺ, നോ അറ്റൻഷൻ ടു എനിവൺ. ആ തളർച്ച, കായികാഭ്യാസങ്ങൾ ഇല്ലാതായി, സ്കൂളിലുള്ള ജോലികളൊന്നും ചെയ്യാതായി, ഒന്നിലും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയ്ക്ക് മാറി. I was utterly, deeply and compulsively miserable, convinced that my whole life had utterly collapsed. ബില്ല് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വേദനാജനകമായി, കമ്പൽസീവ്ലി മിസറബിൾ, അതായത് നിർബന്ധമായും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായി. His depression over Bertha's death went far beyond normal human grief. സാധാരണ ഒരു മാനുഷികമായിട്ടുള്ളൊരു വ്യസനത്തെക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് പോയി ഈ കുട്ടിയുടെ മരണം. The healthy kid would have felt badly, but he would never have sunk so deep or stayed submerged for so long, Bill later commented. പിന്നീട് അദ്ദേഹം തന്നെ പറയാണ്, ആ വിഷമം വളരെ മോശമായ തരത്തിലേക്ക് പോയി. അത് വളരെ അസഹനീയമായ ഒരു അവസ്ഥയിലായിപ്പോയി. With the onset of depression, his academic performance dropped. അപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മാനസികമായിട്ടുള്ള വിഷമം അദ്ദേഹത്തിന്റെ പഠന ജീവിതത്തിൽ, പഠന കാര്യങ്ങളിലൊക്കെ മോശം ആയി തുടങ്ങി. The upshot was that I failed German and for that reason could not graduate. അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ പോലും അതുകൊണ്ട് ബാധിച്ചിരുന്നു. ജർമ്മൻ എന്നുള്ള ലാംഗ്വേജ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതില് തോറ്റു, അതുകൊണ്ട് ഗ്രാജുവേറ്റ് പാസ്സാവാൻ പറ്റിയില്ല. Here I was president of my senior class and they wouldn't give me a diploma. അപ്പോ ഇത് ഈ ക്ലാസ്സിലെ പ്രസിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് ആ ഡിപ്ലോമ, അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ഡിഗ്രി കൊടുക്കില്ല. My mother arrived extremely angry from Boston. A stormy scene took place in the principal's office. Still, I didn't get the diploma.
സ്വാഭാവികമായിട്ടും അമ്മ എത്തിയിട്ട് ദേഷ്യപ്പെട്ടു. ഒരു വല്ലാത്തൊരു കൊടുങ്കാറ്റ് പോലുള്ള ഒരു പ്രിൻസിപ്പാളുടെ ഓഫീസിൽ ഒരു കൊടുങ്കാറ്റ് പോലുള്ള ഒരു സംഭവം ഉണ്ടായി. പക്ഷെ എന്ത് തന്നെയൊക്കെ ആയാലും ആ ഡിപ്ലോമ പാസ്സാവാൻ പറ്റിയില്ല. ഹി ഫെയിൽഡ് ടു ഗ്രാജുവേറ്റ് വിത്ത് ഹിസ് ക്ലാസ്. ഓൾദോ സ്കൂൾ റെക്കോർഡ്സ് നൗ ലിസ്റ്റ് ഹിം വിത്ത് ദി ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റിയില്ല. അത് തന്നെയാണ്, ഗ്രാജുവേറ്റ് ആവാൻ പറ്റിയില്ല. ഫോളോയിങ് എ സമ്മർ ഓഫ് അഗനൈസിംഗ് ഡിപ്രഷൻ, ഹി വെന്റ് ടു ലിവ് വിത്ത് ഹിസ് മദർ നിയർ ബോസ്റ്റൺ ആൻഡ് കംപ്ലീറ്റഡ് മേക്കപ്പ് വർക്ക് ദാറ്റ് ക്വാളിഫൈഡ് ഹിം ഫോർ കോളേജ്. ഉപരിപഠനത്തിനായിട്ടുള്ള ആയിരിക്കണം പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ കൂടെ ബോസ്റ്റൺ എന്ന് പറഞ്ഞു പോയി, അവിടെ ജീവിച്ചു. എന്നിട്ട് അതിനു വേണ്ട മേക്കപ്പ് വർക്ക്, അതിനെ എങ്ങനെയെങ്കിലും അത് നടത്തി കിട്ടാനായിട്ടുള്ള ജോലികൾ ചെയ്തു കോളേജ് പഠനത്തിന് വേണ്ടിയിട്ട്. വാട്ട് ഹാഡ് കോസ്ഡ് ബിൽ ടു ചേഞ്ച് ഫ്രം എ ഹൈ അച്ചീവർ ടു എ ഹെൽപ്ലെസ് ഡിപ്രസീവ്? ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ബിൽ ഇത്രയും വളരെ ഉച്ചഘട്ടത്തിൽ പ്രകാശമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് പെട്ടെന്ന് ഈ ഒരു പെൺകുട്ടിയുടെ മരണം ഈ രീതിയിൽ എന്തുകൊണ്ടായി എന്നുള്ളതാണ്. As he saw it, the major problem was that he could no longer be number one. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തിലും ഒന്നാമനായിരുന്നത് പിന്നീട് നോക്കുമ്പോൾ അങ്ങനെ ഒന്നാം സ്ഥാനം കൈവിട്ടുപോയി. I could not be anybody at all. I could not win because the adversary was death. So my life, I thought, had ended then and there. അതിൽ ഉണ്ടായിട്ടുള്ള ഒരു നിരാശ, അത് ഒന്നും എനിക്ക് ആവാൻ പറ്റിയില്ല, ഒന്നിലും വിജയം പ്രാപിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഈ കുട്ടിയുടെ മരണം. സോ എന്റെ ജീവിതം ആ സമയത്ത് അദ്ദേഹം തന്നെ വിചാരിക്കുകയാണ് അവിടെ കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലാണ് ബില്ലിനുണ്ടായത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. I don't know how I ever got through the next summer, said Bill of the periods following Bertha's death. ആ വിഷമിച്ചിരുന്ന കാലം എങ്ങനെ കടന്നുപോയി എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് കടന്നുപോയതെന്ന് അറിയുന്നില്ല. അടുത്ത വേനൽ എങ്ങനെ കടന്നുപോയി. ഇറ്റ് വാസ് സ്പെൻഡ് ഇൻ അട്ടർ അപ്പാത്തി, ഒരു താല്പര്യമില്ലായ്മയിലും, ഓഫൺ റണ്ണിങ് ഇൻ ടു ആംഗ്വിഷ്, പിന്നെ കമ്പൽസീവ് റിഫ്ലക്ഷൻ, ഓൾ സെന്ററിങ് അറൌണ്ട് ദ മിനിസ്റ്റേഴ്സ് ഡോട്ടർ. ആ പെൺകുട്ടിയെ തന്നെ ഓർത്തിട്ടുള്ള ഒരു വല്ലാത്തൊരു വിഷമിച്ച ഒരു ജീവിതമായിരുന്നു. Yet the summer of 1913 was more active than his memory of it suggests. 1913 വേനൽ കുറച്ചുകൂടെ, ഇത് സംഭവിക്കുന്നത് അതിനു മുമ്പത്തെ വേനലായിരുന്നു. 13 വേനൽ was more active than his memory of it suggests. He made up his German class work. ഈ വിഷമിച്ച കാലത്തിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ ജർമ്മൻ തോറ്റ ക്ലാസ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അത് മേക്കപ്പ് ചെയ്തു. He met Louis Burnham, although their courtship would not begin until the following summer, and he went with his grandfathers to Gettysburg, Pennsylvania, for the 50th anniversary of the Civil War battle. ഇതൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറയാണ്. ലൂയി ബേൺഹാമിനെ കണ്ടു. although their courtship would not begin until the following, അതിനും കഴിഞ്ഞിട്ടുള്ള വേനലിലാണ് അവര് തമ്മിലുള്ള ഒരു ആ കോർട്ട്ഷിപ്പ് തുടങ്ങാൻ പോകുന്നെങ്കിലും. പിന്നെ മുത്തശ്ശന്റെ കൂടെ ഗെറ്റിസ്ബർഗ്, പെൻസിൽവേനിയക്ക് പോയി 50ാമത്തെ ആനിവേഴ്സറി സിവിൽ വാർ ബാറ്റിലിന് വേണ്ടി. The Gettysburg reunion was a spectacular undertaking, directed with meticulous care and efficiency by the state of Pennsylvania with the cooperation of the War Department. ആ ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ്. ഗെറ്റിസ്ബർഗ് റിയൂണിയൻ, സിവിൽ വാർ ബാറ്റിൽ ആ ഒരു ആനിവേഴ്സറി, ആ റിയൂണിയൻ വളരെ ആകർഷകരമായിരുന്നു എന്ന് പറയുകയാണ്. Bill and Fate probably stayed in the great camp, a tented city that the War Department had erected on farmlands
leased near the battlefield to house the thousands of aged Union and Confederate veterans who poured in for the event. അവർ താമസിച്ച കാര്യം, ബില്ലും ഫെയ്റ്റും കൂടി താമസിച്ച കാര്യത്തെ കുറിച്ച് പറയാണ്. ഒരു ഫാം ലാൻഡിൽ അവർ കെട്ടിയ ഒരു ബിൽഡിംഗിലായിരുന്നു താമസിച്ചത്. To house the thousands of aged Union and Confederate veterans who poured in for അവിടെ വന്ന ആളുകളെ വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ താമസിച്ചത്. Bill toured the battlefield with Fate, who showed him where Vermonters had outflanked Pickett's charge and helped determine the outcome of the battle. ആ യുദ്ധം നടന്ന സ്ഥലങ്ങളൊക്കെ ഈ ഫെയ്റ്റ് കാണിച്ചു കൊടുത്തു ബില്ലിന്. The hot days at Gettysburg were packed with speeches and exhibitions, climaxed by President Woodrow Wilson's address on Friday, July 4th. അവിടെ നടന്ന സംഭവങ്ങൾ അതാണ് ഇത് വിവരിക്കുന്നത്. Meeting Louis was a high point of that summer. The oldest daughter of a respected New York physician, she and her family took their summer vacations a few miles from Bill's home at Emerald Lake in North Dorset. ലൂയിനെ കണ്ടുമുട്ടുന്ന ഒരു കാര്യം. The oldest daughter of a respected New York physician, അതായിരുന്നു ലൂയി. She and her family took their summer vacations a few miles from Bill's home at Emerald Lake in North Dorset. She was not only attractive, intelligent, charming, she was to Bill a member of different class. അപ്പൊ ഇത് ലൂയിനെ കുറിച്ച് പറയാണ്. ലൂയിയുടെ അടുത്തുള്ള ആകർഷണം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. She represented areas in which I had always felt a great inferiority. എനിക്ക് പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ അവരെ മുൻകൈ എടുത്തിരുന്നു. Her people were of a fine family in Brooklyn. They were what the Vermonters called the city folks. അവരുടെ ഫാമിലി, ബ്രൂക്ലിനിൽ അവരുടെ ഫാമിലി ഒക്കെ വളരെ നല്ല ആളുകളായിരുന്നു. She had social graces of which I knew nothing. അവരുടെ സാമൂഹ്യമായിട്ടുള്ള ചില അവസ്ഥകൾ എനിക്കൊന്നും അറിയാത്ത തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. People still ate with their knives around me. The back door step was still a lavatory. So her encouragement of me and her interest in me did a tremendous amount to buck me up. ബില്ലിന്റെ ഈ വളരെ മോശമായിട്ടുള്ള, അതായത് ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നും കുറച്ച് നല്ല രീതിയിലേക്ക് വരാൻ അത് സഹായിച്ചു. ഈ ലൂയിയുടെ കണ്ടുമുട്ടൽ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. As Louis remembered their first meeting, her brother Rogers had been talking enthusiastically about his friend Bill. She found Bill to be tall and lanky, but hardly much more. After all, he was a mere boy of 18, and she was a young lady 4 years older than he. Louis ഇവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതൊക്കെ ഓർക്കുകയാണ്. അവരുടെ സഹോദരൻ റോജേഴ്സ് had been talking enthusiastically about his friend Bill. അദ്ദേഹത്തിന് ബില്ലിന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് വളരെ ആവേശത്തോട് സംസാരിച്ചിരുന്നു. She found Bill to be a tall and lanky. ബില്ലിന്റെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുകയാണ്. നല്ല ഉയരത്തിലും ലാങ്കി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് മനസ്സിലായില്ല. But hardly much more. After all, he was a mere boy of 18. ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. And she was a young lady 4 years older than he. ഇദ്ദേഹത്തെക്കാളും 4 വയസ്സ് കൂടുതൽ പ്രായമുണ്ടായിരുന്നു. Bill and Louis shared friendly times that summer, usually in a group that included her brother and his sister. അവര് ഒന്നിച്ച സമയം അവിടെ കഴിച്ചുകൂട്ടി. In the fall,
In the fall, she returned to Brooklyn with her family. The following spring, in 1914, the Burnhams returned to the lake. The summer that relationship between Bill and Louis changed. That summer, the relationship between Bill and Louis changed. They had what she remembered as a glorious vacation, picnicking, hiking, and taking all-day drives. ബില്ലും ലൂയിയും ആയിട്ടുള്ള ആ ഒരു സമയം എങ്ങനെ പോയി എന്നുള്ളതാണ് പറയുന്നത്. 1911 അവര് they had picnicking, hiking, പിന്നെ taking all-day drives, വണ്ടി ഓടിച്ചു പോവാ. Long before the end of the season, Louis said she thought Bill the most interesting, the most knowledgeable, and the finest man I knew. ലൂയിന് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നല്ല അറിവുള്ള, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, എനിക്കറിയാവുന്ന ഒരാളാണ് ബിൽ എന്നവർ പറയുന്നു. She had forgotten all about the difference in their ages. പ്രായം കൂടുതലാണെങ്കിലും അതെല്ലാം മറന്നിരുന്നു. The timing of their romance was providential. അപ്പൊ ആ സമയമാണ് അവരുടെ അനുരാഗം. അതിനെക്കുറിച്ച് പറയുകയാണ്. Because the summer of 1914 was a bad time for Bill. 1914 ബില്ലിന്റെ സമയം മോശമായിരുന്നെങ്കിൽ അവരുടെ ഈ പ്രേമം പ്രൊവിഡൻഷ്യൽ ആയിരുന്നു. She listened sympathetically as he told her he was no good. She listened sympathetically as he told her he was no good, couldn't face returning to school, couldn't bear to leave her. ഇത് ലൂയിയുടെ കാര്യം പറയാണ്. She listened sympathetically. ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയണം. ബില്ലിന്റെ പോരായ്മകളെ കുറിച്ച് വിവരിക്കുമ്പോൾ അത് വളരെ ഒരു അദ്ദേഹത്തെ പ്രോത്സാഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു താങ്ങായിട്ട് തന്നെ അതിനെ കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. He gave Louis credit for helping him out of his depression. അപ്പോ ഈ ഡിപ്രഷൻ, ഒരുതരം മാനസിക വിഭ്രാന്തിയിൽ നിന്ന് പുറത്തു വരാനുള്ള സഹായം ഇവരിൽ നിന്ന് കിട്ടിയിരുന്നു, ലൂയിൽ നിന്ന് കിട്ടിയിരുന്നു എന്ന് ബില്ല് പറയാണ്. She lifted me out of this despond and we fell very deeply in love. എങ്ങനെ അവര്, അതായത് ഈ ലൂയിയുടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതാണ് ബില്ലിനെ അവരോട് കൂടുതലായിട്ടും അടുപ്പിച്ചത്. അങ്ങനെയാണ് അവര് ഒരു പ്രേമത്തിൽ എത്തിപ്പെടുന്നത്. ആൻഡ് ഐ വാസ് ക്യൂർഡ് ടെമ്പററിലി. ആ ബില്ലിന്റെ ആ ഡിപ്രഷനിൽ നിന്നും ഒരു മോചനം അദ്ദേഹത്തിന് താൽക്കാലികമായി കിട്ടിയിരുന്നു. ബിക്കോസ് നൗ ഐ ലവ്ഡ് ആൻഡ് വാസ് ലവ്ഡ് ആൻഡ് ദർ വാസ് നോ ഹോപ്പ് ആൻഡ് ദർ വാസ് ഹോപ്പ് അഗൈൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു ഹോപ്പ് ഉണ്ടായി, ഒരു പ്രതീക്ഷയുണ്ടായി. At the unconscious level, I have no doubt she was already becoming my mother, and I haven't any question that was a very happy component in her interest in me. ഒരു അമ്മയുടെ സ്നേഹവും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു എന്നായിരിക്കും അദ്ദേഹം അൺകോൺഷ്യസ് ലെവൽ. ഇദ്ദേഹം അറിയാതെ തന്നെ I have no doubt she was already becoming my mother. ഒരു അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. And I haven't any question that was a very heavy component in her interest in me. അവരുടെ താല്പര്യം അത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. Whatever the individual needs that sparked their early courtship, Bill and Louis were drawn together, said Bill. I think Louis came along and picked me up as tenderly as a mother does a child. ഒരു അമ്മയുടെ സ്നേഹം ലൂയി ബില്ലിനോട് കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Louis was the oldest of 6 children.
She said her childhood had been so happy that she had hated to grow up. ലൂയിയുടെ കാര്യം പറഞ്ഞു. ലൂയിയുടെ കുട്ടിക്കാലം അത്രയും രസകരമായിരുന്നു, അത്രയും നന്നായിരുന്നു, അതുകൊണ്ട് വളർച്ചയിലേക്ക് വരാൻ താല്പര്യമില്ലാതിരുന്നു എന്നാണ് പറയുന്നത്. Mother and dad truly loved one another and openly showed their affection to each other and to us children. അച്ഛനമ്മമാർ പരസ്പരം സ്നേഹിക്കുകയും കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. They taught us never to be afraid to tell of our love, never to go to sleep angry with anyone. ഒരിക്കലും സ്നേഹപ്രകടനം ചെയ്യാതിരിക്കരുത്, ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കരുത്, ദേഷ്യവും കൊണ്ട് ഉറങ്ങാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഉറങ്ങാൻ. ഓൾവേസ് ടു മേക്ക് പീസ് ഇൻ അവർ ഹാർട്ട്സ്. എപ്പോഴും അവരവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കണം. ബിഫോർ ക്ലോസിംഗ് അവർ, രാത്രി കിടക്കുന്നതിന് മുമ്പ് സമാധാനപരമായിട്ട് കിടന്നുറങ്ങണം. And never to be ashamed to say I'm sorry. തെറ്റ് സമ്മതിക്കുവാൻ ഒരു വിഷമം കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കരുത് എന്ന് അവർ ഉപദേശിച്ചിരുന്നു. At that time, Louis met Bill. She had already completed school at Brooklyn Packer Collegiate Institute and 2 terms of drawing at the New York School of Fine and Applied Art. Still living at home, she was working in the employment department of the YWCA. ഇപ്പോഴാണ് അവർ കാണുന്നത്. Louis met Bill. She had already completed school പഠനം കഴിഞ്ഞിരുന്നു. In 2 terms of drawing at the New York School of Fine and Applied Art. അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ്. ഇപ്പോ വീട്ടിൽ തന്നെയായിരുന്നു ജീവിക്കുന്നത്. ആ സമയത്ത് എംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, YWCA ജോലി ഉണ്ടായിരുന്നു. Meanwhile, Bill's post high school education had followed an uneven path. ഒരു നേരെയുള്ളൊരു വഴി ആയിരുന്നില്ല ബില്ലിന്റെ സ്കൂൾ പഠനം. അണീവൺ പാത്ത്, അതൊരു ഏറ്റക്കുറവുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. In 1913-14 school year, he had gone to live with his mother and sister Dorothy in Arlington, Massachusetts, a Boston suburb. ബില്ല് അവിടെ പോയി താമസിച്ചിരുന്നു, സിസ്റ്റർ ഡോറോത്തിയുടെ കൂടിയും അമ്മയുടെ കൂടിയും. മാസച്യൂട്ടസ്, ബോസ്റ്റൺ സബർബാണ് മാസച്യൂട്ടസ്, അവിടെ പോയി താമസിച്ചിരുന്നു. I was entered in the Arlington High School and barely got through some courses there, Bill said. അവിടുത്തെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കോഴ്സസിലൂടെയൊക്കെ ബില്ല് കടന്നുപോയി. The idea of this was to prepare me for the examination of the Massachusetts Institute of Technology. Massachusetts Institute of Technologyയിലെ ഉപരിപഠനത്തിനായിട്ടായിരുന്നു, ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു അത്. Because of my scientific interest, it was supposed that I should be an engineer. ഇദ്ദേഹത്തിന്റെ ഈ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കാരണമായിരിക്കണം അത് ചെയ്തിട്ടുണ്ട്. I took the examination and could hardly pass one of them. ഒരെണ്ണം പോലും പാസ്സാവാൻ പറ്റിയില്ല. പക്ഷെ ബില്ലിന് ഈ പ്രിപ്പറേറ്ററി ആയിട്ടുള്ള പഠനത്തിൽ ഒരെണ്ണം പോലും പാസ്സാവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. He had enrolled at Norwich University. Which had entrance requirements for easier than MIT's called. The Hill, Norwich in Northfield, Vermont, is a military college with a discipline as strict as at West Point. In the midsummer of 1914, Europe was on the verge of war, and there was a possibility, albeit slight, that the United States might be drawn into it. ആ സമയത്തുള്ള ഓരോ വിശേഷങ്ങളെ പറയുകയാണ്. അദ്ദേഹം നോർവിച്ച് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിരുന്നു. അവിടെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ചില ആവശ്യകതകൾ ഉണ്ടായിരുന്നു.
എളുപ്പമായിരുന്നു, അതിൽ കിട്ടാനുള്ള എളുപ്പമായിരുന്നു. അപ്പൊ ആ സമയത്താണ് Norwich in Northfield, Vermont is a military college with discipline as strict as at West Point. വളരെ കർശനമായിട്ടുള്ള ഒരു കോളേജ് ആയിരുന്നു. In the midsummer of 1914, Europe was on the verge of war. ഒരു യുദ്ധത്തിലേക്കായിരുന്നു യൂറോപ്പ് പോയിക്കൊണ്ടിരുന്നത്. And there was a possibility, albeit slight, that United States, US-ഉം അതിലേക്ക് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. In August, just prior to the start of his first year at Norwich, Bill went to visit his father. It was the first time he had seen Gilman since the divorce 8 years previous. Bill അച്ഛനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവര് അച്ഛനും അമ്മയും വേർപെട്ട ശേഷം ആദ്യമായിട്ട് കാണാൻ പോയതായിരുന്നു. Bill made the long journey to British Columbia on a transcontinental train that he boarded at Montreal. His letters home written to his grandmother Wilson describe the journey west in striking in detail. അദ്ദേഹം പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പോയ സമയത്ത് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. I woke up with a ringing in my ears and feeling a peculiar exhilaration. This was my first view of Rockies. The mountains rise straight up and are clothed about the bases with scrub evergreens, expecting when great slides have torn paths down the sides. അത് ഈ അവിടുത്തെ സീനറിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു സീനറി ആയിരുന്നു എന്നുള്ളത്. Mountains are formed of many colored shales lying in strata called sometimes strata, sometimes tilted, sometimes horizontal. Everything is jagged and angular, showing marks of sudden and violent changes, a great contrast to the smooth, gentle curves of our mountains. ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പറയുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഈ അവരുടെ നാട്ടിലുള്ള മലകളെക്കാട്ടിലും മലകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യത്യാസം അവിടെ വിവരിക്കുകയാണ്. ഗ്രേറ്റ് നമ്പർ ഓഫ് സ്ട്രീംസ് റഷ് ഡൗൺ the sides fed from the perpetual snows above the timberline. Every high valley above the snow line had its glacier. ഈ മഞ്ഞ് മലകളുടെ ഒരു വിശേഷമാണിത്. The ice is a beautiful deep blue covered here and there and with great white patches of newly fallen snow. The sky is cloudless and almost matches the ice in color. മൊത്തത്തിലുള്ള ഒരു സീനറിനെ വർണ്ണിക്കുകയാണ്. മഞ്ഞുകളുടെ കാര്യവും ആകാശത്തിന്റെ കാര്യവും എല്ലാം പറയണം. We pass through miles of such scenery as this. ആ ട്രെയിൻ യാത്രയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. On one side of the road, the peaks rise up like a wall, so straight and abrupt that it seems that their snows would slide off onto the train. മലകള് പെട്ടെന്ന് ഇതിലേക്ക് വീഴുവോ എന്നുള്ള പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. To preclude any possibility of this, miles and miles of snow sheds have been built. On the other side, one looks down into the river gorge, sometimes deep enough to be called a canyon. There is always the deep, narrow, swift-flowing river, numerous falls and splendid rapids. യാത്രയുടെ രണ്ട് ഭാഗത്തുള്ള സീനറിയുടെ വിശദീകരണമാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. അതൊക്കെ മലയാളത്തിലേക്ക് പറയാൻ എനിക്ക് അത്രയും വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഏതായാലും മലകൾ, ഒരു സൈഡ് മലകളും മറ്റു സൈഡ് പുഴകളും അരുവികളും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. Forever tearing at its banks
is undermines great rocks and cedars, which falling in are swept away like toothpicks on the dark flood. അതിന്റെ ഒരു വിശദീകരണം തന്നെയാണ് രണ്ട് സൈഡും ഉള്ള സീനറികളുടെ. Already showing the powers of observation that would later serve him so well on Wall Street. Wall Streetലാണല്ലോ ബില്ലൊരു ഷെയർ ബ്രോക്കർ ആയിരുന്നു. Already showing the powers of observation that would later serve him so well in Wall Street. വളരെ ഒബ്സർവേഷൻ, ബില്ലിന്റെ ഒബ്സർവേഷനെ കുറിച്ച് പറയുകയാണ്. Bill remarked on the oil field discoveries and natural gas developments in Alberta. He noted that in the Medicine Hat, Alberta, the street lights operated on natural gas that had never turned off, since the gas flowed as strongly as the day it was found 22 years before. ഇത് ബില്ലിന്റെ ഒബ്സർവേഷനെ കുറിച്ച് പറയുന്നത്. ബിൽ റിമാർക്ക് ഓൺ ദ ഓയിൽ ഫീൽഡ് ഡിസ്കവറീസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഡെവലപ്മെന്റ്സ് ഇൻ അൽബർട്ട. അൽബർട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓയിൽ ഫീൽഡിന്റെ കണ്ടുപിടുത്തങ്ങളും നാച്ചുറൽ ഗ്യാസ് ഡെവലപ്മെന്റ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാണ്. ഹി നോട്ടഡ് ദാറ്റ് ഇൻ മെഡിസിൻ ഹാറ്റ് ആൽബർട്ട ദ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓപ്പറേറ്റഡ് ഓൺ നാച്ചുറൽ ഗ്യാസ്. ഈ നാച്ചുറൽ ഗ്യാസിലായിരുന്നു ആ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. was never turned off. അത് കെടുത്താറുണ്ടായിരുന്നില്ല. Since the gas flowed as strongly as the day it was found 22 years before. 22 കൊല്ലം മുമ്പ് ഉള്ള അതേ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. Bill's letters were written on his father's office stationery from Marblehead, British Columbia, a small community high in Canadian Rockies. The letterhead listed G.B. Wilson as manager of the Marblehead Quarries of Canadian Marble Works Limited, quarry owners and manufacturers of Kootenay marbles. Its main offices were in Nelson, British Columbia. അച്ഛൻ ഒരു ക്വാറി ആളായിരുന്നു നമ്മൾ നേരത്തെ വായിച്ചു. അതിനെ കുറിച്ചാണ് പറയുന്നത്. Marbleheads, British Columbia, a small community high in Canadian Rockies. The letterhead listed J.B. Wilson as manager of the Marblehead Quarries of Canadian Marble Works. അവിടുത്തെ ഈ ക്വാറിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയണം. For all Bill's detailed descriptions of his surroundings, there was nothing in his letters about his reunion with his father. അച്ഛനുമായിട്ട് ഉള്ള റീയൂണിയനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. Father and son apparently got along well. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. Although Gilman seems to have made little effort to keep in touch with his children. അദ്ദേഹം മക്കളുമായിട്ട് ഒരു ടച്ച് ഇല്ലാതെ ആയിരുന്നെങ്കിൽ പോലും ബില്ലും അച്ഛനുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. A month later, Bill was entering freshman at Norwich, which at that time had a total enrollment of 145. ഒരു മാസത്തിന് ശേഷം ബില്ല് മറ്റൊരു സ്ഥലത്ത് എൻറോൾ ചെയ്തു. Bill was miserable during his first semester there. അവിടുത്തെ ആദ്യത്തെ സെമിസ്റ്റർ വളരെ കഷ്ടപ്പെട്ടു. Again, I felt I was nobody. പിന്നീട് മൂപ്പർക്ക് തോന്നി, അപകർഷതാബോധം എന്ന് പറയാം, ഞാൻ ആരുമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. I couldn't even begin to compete in athletics, in music, or even for popularity with the people around me. സംഗീതമാവട്ടെ കായികാഭ്യാസങ്ങളാവട്ടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. I so keenly remember when the rush for the fraternities was on, and I didn't get a bid to a single one. I tried out for baseball and football and wasn't good enough for either first team. ഈ രീതി ബേസ്ബോൾ, ഫുട്ബോൾ ഈ കളികളിലൊന്നും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. I remember how there was a fellow who played the violin so much better than I,
that I could not even get into the dance orchestra. മറ്റുള്ള ഒരാളുടെ വയലിൻ വായനത്തെ കുറിച്ച് പറയണം. അദ്ദേഹം ബില്ലിനെക്കാളൊന്നും വളരെ നന്നായി വായിച്ചു. ഒരു ഓർക്കസ്ട്രയിലേക്കൊന്നും അദ്ദേഹത്തിന് പോയി അതിൻ്റെ കൂടെ കൂടാൻ പറ്റിയില്ല. I remember how I produced an old cello that I had and somehow scrapped up a part of the glee club with that. But I was very second rate. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മോശമാണ് എന്നുള്ള കാര്യം പറയുകയാണ്. Some of my studies I handled very well, others I began to fail in. ചില പഠനത്തിൽ ചില കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തെങ്കിലും മറ്റു ചിലതിലൊക്കെ തോൽവി ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. However, a letter to his mother written shortly after he arrived paints a very different picture. എന്തുതന്നെയായാലും അമ്മയ്ക്ക് എഴുതിയ കത്ത് വേറൊരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. There are 4 fraternities here. Have been to all several times to dinner and have had bids to join 3, which is quite an honor for a rook. However, I figure that if one is going to join a frat, it might be good to take a year to size up the bunches who belong. Some months later, he brought up the fraternity matter again. Can't seem to get away from being popular. Have had second invitations to all the frats, but think it policy to stall. Just the minute you join a frat, you join more or less of a clique. In spite of all that's done to prevent it, the frats can pull strings in the military business, and by keeping out of them, I think one will stand more on his own merits. As it is now, I am popular with men of the strongest frats here. If I join one, I lose my influence with all the rest. So, me for the commons. അപ്പൊ ഈ കത്തിൽ എഴുതിയ അമ്മയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള എഴുതിയ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇതുവരെ പറയുന്നത്. During their first semester, Bill received 94 in chemistry, 86 in French, 75 in drawing, 68 in English, 61 in trigonometry, and 53 in algebra. He had an outstanding rating of 98 in military duty and 100 in deportment. His final average of 86 gave him a standing of 5th in his class. If he was not leading the pack, he was certainly holding his own. ഒരു സാമാന്യം നല്ലൊരു മാർക്ക് വാങ്ങിച്ച കാര്യമാണ് ഓരോ സബ്ജക്റ്റിന്റെയും പറയുന്നത്. അപ്പോൾ ഈ ഫൈനൽ ആവറേജ് 86 ഗേവ് ഹിം എ സ്റ്റാൻഡിങ് ഓഫ് ക്ലാസ്സിൽ 5-ാമനായിരുന്നു. ഇഫ് യു വാസ് നോട്ട് ലീഡിങ് ദ പാക്ക്, അതിൽ ലീഡ് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. From a letter to his mother written in February, I am glad to know that you are pleased with at least a part of my marks. അമ്മയ്ക്ക് എഴുതിയ കത്ത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ഈ മാർക്ക് കണ്ടിട്ട് എന്നുള്ള കാര്യം. The week preceding mid-years, I was laid up with a touch of the grip and thus missed the general review which is held at the time. The week preceding mid-years, I was laid up with a touch of the grip and thus missed the general review which is held at the mid-time. ഇതിന്റെ ഒരു ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു റേറ്റിംഗിനെ മിസ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. So my exams were not what they should have been. Algebra was the first exam and I got out of bed to take it. For the rest of them, I had a whole day preparation. My exam fortunately coming on every other day. I took a makeup from Saturday and passed with 65%.
Could I have done that in the first place? I should have ranked third or fourth in the class. At any rate, I do not compare unfavorably with others. I am confident of ranking in second place next semester, and I expect to get over 90% in 4 subjects. ബില്ലിന്റെ പഠനത്തിന്റെ ആ ഒരു ഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നിയ കാര്യം തന്നെയാണ് പറയുന്നത്. 65% വാങ്ങി പാസ്സായി. പക്ഷെ നന്നായിട്ട് could I have done that in the first place? I should have ranked third or fourth. അത് ചെയ്ത 3-ാമത്തെയോ 4-ാമത്തെയോ റാങ്ക് ആയിട്ടുണ്ടാവണം. എന്ത് തന്നെയായാലും I do not compare unfavorably with others. മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ കമ്പയർ ചെയ്യുന്നില്ല. അടുത്ത പ്രാവശ്യം ഐ എം കോൺഫിഡന്റ് ഓഫ് റാങ്കിങ് രണ്ടാമനാവാൻ സാധിക്കും എന്നുള്ളത്, നെക്സ്റ്റ് സെമിസ്റ്ററിൽ പറ്റും എന്നുള്ളതും 90% 4 സബ്ജക്റ്റിൽ കിട്ടും എന്നുള്ളതായിരുന്നു ആ സമയത്തുള്ളത്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ടേൺ ഔട്ട് ദാറ്റ് വേ. അത് അങ്ങനെ സംഭവിച്ചില്ല. മൂപ്പർ എക്സ്പെക്ട് ചെയ്ത പോലെ സംഭവിച്ചില്ല. On a morning early in his second semester, he fell on his way to class and injured his elbow. പോകുന്ന വഴിക്ക് വീണ് കൈമുട്ടിലൊരു ഇഞ്ചുറി ആയി, കൈമുട്ടിലൊരു ആക്സിഡന്റ് പറ്റി. He insisted on going to Boston to be treated by his mother, who by now was a practicing osteopath. എല്ല് സംബന്ധമായ ചികിത്സ ചെയ്യുന്ന ഒരാളായിരുന്നു ബില്ലിന്റെ അമ്മ. അപ്പൊ അവിടെ അങ്ങോട്ട് പോണം എന്ന് നിർബന്ധം പറഞ്ഞു. He had no desire to return to school. How terribly reluctant I was to face that discipline and that idea of being no good and second rate. അദ്ദേഹത്തിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കാര്യമാണ് പറയുന്നത്. He terribly reluctant. How terribly reluctant I was. ഇഷ്ടമില്ലായ്മ എന്തിനെ കുറിച്ച്? I was to face that discipline and that idea of being no good and second rate. ഒന്നിനും കൊള്ളാത്തവനും ഒരു സെക്കൻഡ് റേറ്റും ആവാൻ താല്പര്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയാണ്. ഏതായാലും നമുക്ക് ഇവിടെ നിർത്താം.